ഈ ഹെവി ആയിട്ടുള്ള വൈറൽ ഹാൻഡ് വർക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കിയാലോ? പോകാം വീഡിയോയിലേക്ക്. ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. ഞാൻ കീർത്തി ബോബൻ. അപ്പം ശിവാനീസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോ ആയാണ് ഇന്ന്. നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. അത് എൻ്റെ വൈഫൈ പണി മുടക്കിയായിരുന്നു. അത് എന്തോ ഇടിവെട്ട് ഏറ്റതാണ്, കത്തിപ്പോയായിരുന്നു. അപ്പം റെഡിയായിട്ടുണ്ട്. നല്ല താമസം എടുത്തു വന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഈ വർക്ക് നമ്മുടെ തംബ്നെയിലിൽ കണ്ട പോലെയുള്ള വർക്ക് നല്ല ഹെവി ആയിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ. നല്ല ഹെവിയാണ്. ആരിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ഞാൻ റെഡ് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നടുവിൽ നിന്ന് ഇതുപോലെ ഒരു ത്രീ മീറ്റർ ജോർജറ്റ് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. അത് നേരെ നടുവിലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം അതിൻ്റെയും സെൻറ്റർ പോർഷനാണ് ലൈനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സെൻറ്റർ പോർഷൻ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള നെക്ക് ലെങ്ത്തും വിഡ്ത്തും വെച്ചിട്ട് ഒരു പാറ്റേൺ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മുകളിൽ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് ഇട്ടതിന് ശേഷം ഇതുപോലെ ഞാൻ ഈക്വലായിട്ട് നമ്മുടെ നെക്കിൻ്റെ അളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഈക്വലായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ നമ്മുടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത്രയും പോർഷൻ എല്ലാവർക്കും മനസ്സിലായല്ലോ അല്ലേ? അപ്പം അതിൻ്റെ സൈഡിലേക്ക് വരുന്നത് ഒരു ഇഞ്ച് വെച്ചിട്ട് ഞാൻ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സൈഡിലോട്ട് അധികം പോകുന്നില്ല. എല്ലാ വർക്ക് താഴേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് ആ വർക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഒരു 1 ഇഞ്ച്, 1 ഇല്ല, ഒരു 1/4 ഇഞ്ചോളം നമുക്ക് എത്ര വീതിയിൽ നിന്ന് തുടങ്ങണോ അത്രയും വീതിയിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് അത്രയും ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ താഴേക്ക് ഇങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു റേ വരുന്ന പോലെ ഇങ്ങനെ താഴേക്ക് കൊടുക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തത് കുറച്ച് കൺഫ്യൂഷനായിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പം എനിക്ക് ആ അളവ് കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് വരച്ച് തീർത്തതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത്. അപ്പം മുകളിൽ നിന്ന് ഞാൻ എത്ര ലെങ്ത്തിൽ ഏറ്റവും താഴെ വരുന്ന ഏറ്റവും സെൻറ്ററിൽ വരുന്ന ആ ട്രയാങ്കിൾ പോർഷൻ വരണം എന്നുള്ളത് ഞാൻ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അത് 14 ഇഞ്ചിന് മുകളിലൊരു 13 ഇഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്തി. അതിന് ശേഷം സൈഡിലേക്ക് ഒരു 1.5 അല്ലെങ്കിൽ 2 ഇഞ്ച് നമുക്ക് എത്ര ഗ്യാപ്പിൽ വേണോ അത്രയും ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം മുകളിൽ വരുന്ന പോർഷൻ, അതായത് മുകളിൽ വരുന്ന ഒരു ഇഞ്ച് അകലത്തിൽ, അതായത് 1 ഇഞ്ച് വണ്ണത്തിലാണ് നമ്മുടെ ആ ട്രയാങ്കിൾ പോർഷൻ വരുന്നത് കേട്ടോ. അത് നിങ്ങൾക്ക് അതിലും വീതി കുറച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പം 1 ഇഞ്ച് അതായത് 1/4 ഇഞ്ച് അകലം ഇട്ടിട്ടാണ് 1 ഇഞ്ച് വെച്ചിട്ട് വീതി വെച്ചിട്ട് താഴത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ നീളം കുറഞ്ഞു വരുന്ന രീതിയിലേക്ക് അങ്ങനെ മാർക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാലും നിങ്ങളുടെ കൈവശം വരുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കോട്ടൺ ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടിപ്പാണിത്. കോട്ടൺ ത്രെഡ് ഇതുപോലെ ഒന്ന് ചളുക്കി ഒന്ന് പരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അത് ഒരുപാട് അങ്ങ് ഉരുണ്ട് താഴത്തേക്ക് പോയാൽ അധികം പോകാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മൾ അത് താഴെ നമ്മുടെ മെറ്റീരിയലിന് താഴെ പാത്രത്തിലിട്ടിട്ടാണ് ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഒരു എൻഡിൽ നിന്ന് നമുക്കത് ഫ്രെയിമിലേക്ക് കയറ്റിയതിന് ശേഷം അത് കംപ്ലീറ്റ് വർക്ക് കംപ്ലീറ്റ് വരുന്ന രീതിയിൽ തന്നെ ഞാൻ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ റെയിൻബോ കട്ട് ബീഡാണ് ഇത് എടുത്തിട്ടുള്ളത്. റെയിൻബോ കട്ട് ബീഡ് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. നമ്മുടെ മുൻപുള്ള വീഡിയോസിലെല്ലാം കൂടുതലും യൂസ് ചെയ്യാറുള്ളത് ഗോൾഡ് റെയിൻബോ കട്ട് ബീഡാണ് കേട്ടോ. അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതുപോലെ ഒരു ബാക്ക് സ്റ്റിച്ച് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒരു ലോക്ക് കൊടുക്കുന്നു, ഒന്ന് അങ്ങോട്ടേക്ക് ബീഡ് കൊടുക്കുന്നു, പിന്നെ ഇപ്പുറത്തേക്ക് ബീഡ് ചെയിൻ കൊടുക്കുന്നു. ഇതെല്ലാം ചെയിനിൽ തന്നെയാണ് ചെയ്തു പോകുന്നത് കേട്ടോ. ഇത് ലൈനായിട്ട് ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫേസ് ചെയ്ത് ഓപ്പോസിറ്റ് സൈഡിലേക്കൊക്കെ ഫേസ് ചെയ്യുന്ന രീതിയിൽ കൊടുക്കുക. പാനി സ്റ്റിച്ച് കുറച്ചുകൂടെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാനി സ്റ്റിച്ചിൽ കൊടുക്കാവുന്നതാണ്. പക്ഷേ ഇത്
നമ്മൾ ഓരോ ബീഡ് വെച്ചിട്ട് കൊടുക്കണം. നിങ്ങൾ ആരിയിലല്ലാതെ നോർമൽ നീഡിൽ ചെയ്യുന്നവർക്ക് ഇതിൻ്റെ നോർമൽ നീഡിൽ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും, ഒത്തിരി ദിവസങ്ങളെടുക്കും. ഞാനിതൊരു ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂർ കൊണ്ട് എനിക്ക് തീർന്നിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇത്. 3-3.5 മണിക്കൂർ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് ആരി വർക്കിൻ്റെ ബിസിനസ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാവുന്നതാണ് കേട്ടോ. ഞാൻ കുറേ മുമ്പുള്ള വീഡിയോസിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളത്. അപ്പം ഇതിനെയൊക്കെ പറ്റി പേടിച്ചിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്നാലും നമ്മളൊന്ന് ഇച്ചിരി ഒരു എഫേർട്ട് എടുക്കണം കേട്ടോ. നമ്മൾ കുറച്ചൊരു ധൈര്യം കാണിക്കണം. ധൈര്യമാണ് ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം. അപ്പം ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആ ലൈൻ കീപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പം സെൻറ്റർ പോർഷനിൽ അവിടെ ഇവിടെയൊക്കെ ഫില്ലാകാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സാരമില്ല. നമുക്ക് ചെയ്ത് തീർന്നതിന് ശേഷം ഗ്യാപ്പ് കൂടുതൽ ഫില്ല് ചെയ്യുന്നിടത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഈ രീതിയിൽ ഞാൻ ഒരു ട്രയാങ്കിൾ ഇതുപോലെ നീളത്തിൽ വരുന്ന പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആ ഒരു ലൈൻ, അതായത് ആ വീതിയിലുള്ള നമ്മൾ 3/4 ഇഞ്ച് വീതിയുള്ള ലൈൻ കൊടുത്തല്ലോ, ആ വീതി അത്രയും ഭാഗം ഫില്ല് ചെയ്ത് വരുന്നത് അത് ആദ്യം ചെയ്യുക കേട്ടോ. കംപ്ലീറ്റ് ചെയ്ത് ചെയ്യേണ്ട. അത് ഒരു സൈഡ് ചെയ്ത് തീർന്ന് ഒരു ലൈനിൻ്റെ അവിടെ, അതായത് ഒരു ട്രയാങ്കിൾ അത് നീളത്തിൽ വരുന്ന പോർഷൻ്റെ അവിടെ എത്തുമ്പോഴത്തേനും നമ്മൾ താഴേന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക, അതിൻ്റെ എൻഡ് കോർണർ പോർഷൻ. അപ്പം അത് അവിടെ ആ ഭാഗം, ആ താഴേന്ന് വരുന്ന ഭാഗം ഓരോ ബീഡ് വെച്ചിട്ട് കൊടുക്കുക. അതിപ്പം ആ നീളത്തിൽ വരുന്ന നല്ല ഷാർപ്പായിട്ട് വരണമല്ലോ, ആ ഷാർപ്പ് ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3-4-5 ബീഡ് ലൈനായിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുള്ള രീതിയിൽ കൊടുക്കുക. അപ്പം എനിക്കിപ്പം ഏകദേശം ആ ലൈൻ എവിടെ വരും എന്നുള്ളത് എനിക്ക് ഏകദേശം അറിയാം. ഇനി ഇത് മനസ്സിലാകാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ലൈനിൻ്റെ അവിടെ, അതായത് ലൈൻ തന്നെ കീപ്പ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ചെയിൻ നമ്മുടെ ഒന്നെങ്കിൽ ഈ ബീഡ് വെച്ചിട്ട് തന്നെ ചെയിൻ കൊടുക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രെഡ് വെച്ചിട്ട്, നമ്മുടെ ഇപ്പം സ്റ്റിച്ച് ചെയ്യാനെടുക്കുന്ന കോട്ടൺ ത്രെഡ് ഉണ്ടല്ലോ, ആ ത്രെഡ് വെച്ചിട്ട് തന്നെ നമുക്ക് ആ ലൈൻ കീപ്പ് ചെയ്ത് ലൈൻ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ ലൈൻ കീപ്പ് ചെയ്ത് നമുക്ക് അതിനുള്ളിൽ വർക്ക് ഫില്ല് ചെയ്യുന്ന രീതിയിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. സിമ്പിളായിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് കുറച്ചുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഒരു സ്റ്റിച്ച് ഒന്ന് നേരെ കൊടുക്കുക. നേരെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇപ്പറേ പോർഷനിലോട്ട് വരാനായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ലോക്ക് മീൻസ് സാധാരണ ഒരു സിംഗിൾ സ്റ്റിച്ച് ചുമ്മാ കൊടുക്കുന്നതിനാണ് ഞാനിവിടെ ലോക്ക് സ്റ്റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ ആരി ക്ലാസ്സിനെ പറ്റിയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അത് കയറി കാണുക കേട്ടോ. പുതിയ മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട്, നമ്മുടെ മുമ്പുള്ള വീഡിയോസ് കാണാനായിട്ട് ശ്രമിക്കുക. ആരിയെല്ലാം നമ്മൾ സിമ്പിളായിട്ട് വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആരി പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ നമ്മുടെ ക്ലാസ് കണ്ട് ഒത്തിരി എന്താ പറയണേ, ഒത്തിരി ഈസി ആയിട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരാറുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം ഈ രീതിയിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി ആ സൈഡ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അവിടെ ഇവിടെയൊക്കെ ഫില്ല് ചെയ്ത് വരാത്ത പോർഷൻ ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് സാരമില്ല, അത് കണക്കാക്കണ്ട. അത് അവിടെ നമുക്ക് ചെയ്ത് തീർന്നതിന് ശേഷം, അതിപ്പോൾ ഒരു കോർണർ കംപ്ലീറ്റ് ചെയ്ത് പോയതിന് ശേഷം നമുക്ക് ഇപ്പറേ വന്നിട്ട് ഓരോ ബീഡ് വെച്ചിട്ട് അവിടെ ഇട്ട് കൊടുത്ത്, അതായത് ഒറ്റ ബീഡായിട്ട് ലോക്ക് ഇട്ട് കൊടുക്കുമല്ലോ, അവിടെ അങ്ങനെ ചെയ്ത് കൊടുത്ത് ഫില്ല് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് വർക്ക് ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാം കേട്ടോ. ഇപ്പം ഈ രീതിയിലുള്ളൊരു വർക്ക് ഞാനൊരു ബ്ലൗസിൽ, എൻ്റെ ഒരു ഗ്രീൻ ബ്ലൗസിൽ ഞാൻ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ വർക്കും പോകുന്നത്. കുറച്ചുകൂടെ അതിൻ്റെ വർക്ക് കുറച്ചുകൂടെ ഷാർപ്പായിട്ട് വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഈ രീതിയിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് വർക്കും ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഇതുപോലെ
നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഓരോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഗ്യാപ്പ് കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് എല്ലാ സ്ഥലത്തും ഗ്യാപ്പ് ഉണ്ട്. നമ്മൾ മുൻപ് ചെയ്ത് വന്ന വർക്കിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്. പക്ഷേ ആ ഗ്യാപ്പുകളെല്ലാം ഒരുപാട് അടുത്തുമല്ല ഒരുപാട് അകലോ അല്ലാത്ത രീതിയിൽ ഗ്യാപ്പ് കൂടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലായിടത്തും ഈവനായിട്ടുള്ള ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ചില ഭാഗങ്ങളിൽ നമ്മുടെ ബീഡ് കൂടുതലായിട്ട് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നതായിട്ട് തോന്നും. അപ്പം അവിടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ നമ്മൾ ഫുൾ അങ്ങോട്ട് ഓടിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്തടുത്തുള്ള ഗ്യാപ്പുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ത്രെഡ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഈ ത്രെഡ് വെച്ചിട്ട് തന്നെ ഇത് നമ്മൾ ഓരോ ലോക്കിട്ട് പോകുന്നു. ചെയിനിൽ തന്നെ അതായത് എൻഡ് നോട്ടിട്ടല്ല പോകുന്നത്. ലോക്കിട്ട് പോകുന്നത് കൊണ്ട് തന്നെ ആ ബീഡ്സിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു ത്രെഡ് വർക്ക് പോലെ തന്നെ നമ്മുടെ നോർമൽ സ്വയിങ് ത്രെഡ് തന്നെ നമുക്ക് ഒരു ത്രെഡ് വർക്ക് പോലെ അത് വർക്ക് ചെയ്യുന്നതായിരിക്കും. അതായത് ഒരു ത്രെഡ് വർക്ക് പോലെ തന്നെ നമുക്ക് തോന്നുന്നതായിരിക്കും. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ആ ബീഡ് വർക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് ത്രെഡ് വർക്ക് ഫീൽ ചെയ്യും. ഒരു പാനി സ്റ്റിച്ച് ഒക്കെ കൊടുത്തിരിക്കുന്നത് പോലെ ഒരു ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ സെയിം കളറ് ത്രെഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം ഇതുപോലെ ഞാനതിൻ്റെ ഇടയിൽ വരുന്ന ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഫില്ല് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എല്ലാം ചെയ്തതിന് ശേഷം പിന്നെ ഫില്ല് ചെയ്യുമ്പോഴത്തേനും നമുക്കൊരു മടുപ്പ് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഓരോ ട്രയാങ്കിൾ നീളത്തിലുള്ള ഭാഗങ്ങൾ ഓരോ ഭാഗങ്ങൾ ചെയ്തതിന് ശേഷം, അതായത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിനെ അവിടെ ഇവിടെ ഫില്ല് ചെയ്യാനുണ്ട്. ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഫില്ല് ചെയ്ത് പോകുന്നതായിരിക്കും കേട്ടോ നല്ലത്. മൊത്തത്തിൽ ചെയ്തിട്ട് ഫില്ല് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ആ വീതിയുള്ള ഭാഗം ചെയ്തതിന് ശേഷം നമ്മൾ ട്രയാങ്കിൾ ചെയ്തിട്ട് ബാക്കിയിട്ട് ഫില്ല് ചെയ്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ നമുക്ക് ഫില്ലിങ് വരുന്ന വർക്കുകളെല്ലാം നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് കൂടാതെ തന്നെ നമുക്ക് റൗണ്ട് ഷുഗർ ബീഡിൽ നമുക്ക് വർക്ക് ചെയ്യാവുന്നതാണ്. സെയിം വർക്ക് തന്നെ റൗണ്ട് ഷുഗർ ബീഡിലും ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ബുള്ളിൻ റോസോ റിങ് നോട്ട് വെച്ചിട്ടുള്ള ഫ്ലവറോ ഒക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ ഇടയ്ക്ക്. ഞാനൊരു ഐഡിയ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ. അപ്പം എല്ലാവർക്കും വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പം ഇത് ഞാൻ സെയിം നമ്മുടെ പാറ്റേൺ നേരത്തെ ചെയ്തല്ലോ, ആ പാറ്റേൺ വെച്ചിട്ട് തന്നെയുള്ള ക്യാൻവാസ് വെട്ടിയിട്ടാണ് കേട്ടോ ഞാനിതിൻ്റെ നെക്ക് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതുപോലെയുള്ള പാറ്റേൺ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് തന്നെ ഫില്ല് ചെയ്യാൻ, അതായത് നമ്മുടെ നെക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പം ഇതാണ് നമ്മുടെ നെക്കിൻ്റെ ഫൈനൽ ലുക്ക്. നല്ല ഗംഭീരമായിട്ടുള്ള വർക്കാണ്, നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ്. നമുക്ക് പാർട്ടിക്കൊക്കെ ഇതിട്ടുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഹൈലൈറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പം എല്ലാവരും വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുകൂടെ അറിയിക്കണേ. അപ്പോൾ ഫ്രെയിമിൽ നിന്ന് എടുത്തതിന് ശേഷമുള്ള വർക്കിൻ്റെ വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പം നമ്മുടെ ഫ്രെയിമിൽ കിടക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നമ്മുടെ വർക്ക് ഒന്നും കൂടെ ഒന്ന് ഫില്ലായിട്ടുണ്ട്. അതായത് നമ്മുടെ തുണി ഇങ്ങനെ അകന്ന് നിൽക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ അടുക്കും ഫ്രെയിമിൽ നിന്ന് എടുത്ത് കഴിയുമ്പോൾ. അപ്പം വർക്ക് നല്ലപോലെ അടുത്തടുത്ത് നമുക്ക് ഫീൽ ചെയ്യും. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.